ദുരന്തമുഖത്തു നിന്നും പൂർണ്ണമായും കരകയറാതെ ഇന്നും ഉറ്റവർക്കായുള്ള തിരച്ചിലാണ് വയനാട് മുണ്ടക്കൈനാട്. ജാതിയും മതവും നിറവും പദവിയും നോക്കാതെ മനുഷ്യനായുള്ള തിരച്ചിൽ. അവിടെയും രാഷ്ട്രീയം കല്ലുകടിയായി മാറുന്ന കാഴ്ച പരിതാപകരം തന്നെയാണ്. വയനാട്ടിലെ ജനങ്ങൾക്ക് സഹായം നൽകാനുള്ള ഏറ്റവും നല്ല മാർഗം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തന്നെയാണ്. എന്നാൽ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് തെറ്റായ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ജനങ്ങളിലേക്ക് ഒരു കൂട്ടം ആളുകൾ എത്തിക്കുന്നു. അത്തരം വ്യാജ വാർത്തകളെ മാറ്റി നിർത്തുക. എന്താണ്, എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം പ്രവർത്തിക്കുന്നത്? ദുരിതാശ്വാസ നിധി തികച്ചും സുതാര്യമായൊരു ഫണ്ടാണ്. ഇതിലെ തുക ഓരോ വർഷവും കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. സംസ്ഥാന നിയമസഭ ഈ ഓഡിറ്റ് റിപ്പോർട്ട് എക്സാമിൻ ചെയ്യുന്നുമുണ്ട്. വിവരാവകാശ നിയമത്തിലൂടെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ ഫണ്ടിന്റെ പ്രവർത്തനമോ ചിലവുകളോ മറ്റ് വിവരങ്ങളോ ആവശ്യപ്പെടാനും രേഖാമൂലം പരിശോധിക്കാവുന്നതുമാണ്. റവന്യൂ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ സീനിയർ IAS ഉദ്യോഗസ്ഥരായ ഫിനാൻസ് സെക്രട്ടറിയാണ് ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്. റവന്യൂ സെക്രട്ടറിയുടെ ഉത്തരവും ഫിനാൻസ് സെക്രട്ടറിയുടെ സീലും ഒപ്പുമില്ലാതെ ഈ ഫണ്ട് ഒരു രീതിയിലും ഉപയോഗിക്കാൻ കഴിയില്ല. സംസ്ഥാനത്തിന്റെ ഓരോ വരവ് ചിലവുകളും ഇത്തരത്തിൽ ഹൈ പ്രൊട്ടക്റ്റഡും ട്രാൻസ്പെറന്റുമാണ്. ദുരന്തത്തിന് ശേഷം 3 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകേണ്ടത്: പുനഃപ്രാപ്തി, പുനരധിവാസം, പുനർനിർമ്മാണം. ഇവയ്ക്കൊക്കെ സർക്കാരിന് വലിയ രീതിയിലുള്ള തുക ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന ഓരോ രൂപയും അർഹതപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് തന്നെയാണ് എത്തുന്നതെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ദുരിതാശ്വാസ ഫണ്ടിനെതിരെ രാഷ്ട്രീയ വിദ്വേഷത്തോടെ പ്രവർത്തിച്ച് സ്വന്തം നാടിനെയും നാട്ടുകാരെയും ദ്രോഹിക്കാതിരിക്കുക. കൃത്യവും വ്യക്തവുമല്ലാത്ത വാർത്തകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിനു മുമ്പ് ഷെയർ ചെയ്യാതിരിക്കുകയും ചെയ്യുക. നമ്മുടെ നാടിനായി, വയനാടിനായി നമുക്ക് കൈകോർക്കാം. ദുരിതാശ്വാസ നിധിയിലേക്ക് വിശ്വാസത്തോടെ തന്നെ സംഭാവനകൾ നൽകി കൈത്താങ്ങാവാം.